അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പഠിക്കാനുള്ള തയ്യാറ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പഠിക്കണം, യാത്രകൾ ചെയ്യണം. ഇനി സാറിന് ഇതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? നമുക്ക് പുസ്തകങ്ങൾ വായിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പേഴ്സണലി എനിക്ക് വായിക്കാൻ വലിയ താല്പര്യമില്ല, ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കാറുണ്ട്. അത് വായിക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ പക്ഷെ വായന വേറെ തന്നെയല്ലേ? ഓഡിയോ ബുക്ക് കേട്ടാലും. അതെ, സാറിന് എന്താ പറയല്ലേ? അത് പറഞ്ഞു കേട്ടതിനനുസരിച്ച് അത് വേറെയാണ്. അതെ, ഓക്കെ. വായിച്ചിട്ട് പക്ഷേ ഞാൻ അതിനെ കാണുന്നത്, ഞാൻ ആരെയും തിരുത്താൻ വേണ്ടി പറയല്ല, വിറകടുപ്പിൽ നിന്ന് ഗ്യാസിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലുള്ള അമ്മമാർക്ക്. അതുപോലെ മൊബൈൽ എന്ന് പറയുന്ന ഒരു യുഗം വന്നപ്പോൾ ടെലിഫോണിൽ നിന്ന് മൊബൈലിലോട്ട് ചാടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, എനിക്ക് അനുഭവം എന്താ പറയുക, കീപാഡ് ഉണ്ടായിരുന്നല്ലേ, അതിന്ന് ടച്ചിലേക്ക് മാറാൻ. ഇതുപോലെ തന്നെ നമ്മൾ അധ്യാപകരെല്ലാം എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക, വിദേശീയർ അവിടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എഴുതാൻ പഠിച്ചിട്ടേ ഉള്ളൂ അതെന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട്. അപ്പം എനിക്കറിയില്ല ഏതാണ് സത്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വിഷ്വലി കാണുന്നതും ഓഡിയോ ബുക്സുമാണ്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ, കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേൾക്കാം. നമ്മളുടെ ഗുരുനാഥൻ്റെ ഒരുപാട് ഓഡിയോസ് ഞാൻ കേൾക്കാറുണ്ട്. ഓഡിയോ ബുക്സ് ഉണ്ട്. ബീച്ചിൽ എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു സെക്കൻഡറി ലെവലിലും എനിക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ അത് തരുന്നുണ്ട്. അപ്പം വായിച്ചാലേ ഇത് കിട്ടുള്ളൂ എന്നുള്ളത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എഴുതാൻ പറ്റില്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാവാം. പക്ഷെ എഴുത്ത് അതേപോലെ വായന, അത് രണ്ടും ഈ സാധനം വേറെ ഒന്നായിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ ഓഡിയോ ബുക്സ് കേൾക്കുന്നതും ഓഡിയോ ബുക്സ് അതുപോലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേറെ ഒന്നായിട്ട് കണ്ടാൽ മതി. പക്ഷേ അതിനർത്ഥം ശരിക്ക് കൈകൊണ്ട് പേന കൊണ്ട് എഴുതുന്നതും അതേപോലെ നേരെ പുസ്തകം വായിക്കുന്നതും അത് വേറെ തന്നെയാണ്. നമ്മൾ ശീലിച്ച ട്രെയ്റ്റ് ആയിരിക്കും. നമ്മളുടെ മക്കള്, ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ മോള് ഇപ്പൊ 7 വയസ്സായിട്ടുള്ളൂ. അവളെ എഴുതുന്നതിനേക്കാൾ കൂടുതൽ അവള് കംഫർട്ടബിൾ എന്ന് പറയുന്നത് അവളുടെ ടാബിലെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. എത്ര പെട്ടെന്നാണ് യൂട്യൂബിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുന്നത് ആയിരിക്കാം. പക്ഷെ അവർ വളർന്നു വന്നിട്ടുള്ള ആ സാഹചര്യങ്ങൾ, ഞാനതാ പറഞ്ഞത്, ആ സാഹചര്യങ്ങൾ. അപ്പൊ അതില് എനിക്കറിയില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഡയറി കുറിക്കാറുണ്ട്, ഡെയിലി ഞാൻ ഡയറിയിൽ എഴുതുന്നുണ്ട്. അത് എനിക്ക് ആ ഡയറി അങ്ങനെ കൊണ്ടു നടക്കാൻ എനിക്ക് എഴുതാൻ താല്പര്യമുള്ള. പക്ഷെ അതാണോ ശരി എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല. അതെ, അല്ല, വായിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിന് പണിയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഒരേ വരി തന്നെ, ആദ്യത്തെ വായന, രണ്ടാമത് അതേ വരി ഒന്ന് വായിച്ചു നോക്കി, ആദ്യം കിട്ടിയ ഐഡിയ അല്ല കിട്ടുന്നത്. മൂന്നാമത് ഒന്നുകൂടെ വായിച്ചു നോക്കി, എത്ര പ്രാവശ്യം അതേ വരി തന്നെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ വ്യത്യസ്തമാണ് എങ്കിൽ നേരിട്ടുള്ള വായനക്ക് വ്യത്യാസമുണ്ട് തന്നെ. മറ്റേതെന്ന് പറഞ്ഞാൽ അവരാണ് നയിക്കുന്നത്, അവരാണ് നയിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് കൈകൊണ്ട് പോസ് ചെയ്യാം. അവരാണ് നമ്മളെ ചിലപ്പോൾ അവിടെ ചിന്തിക്കുമ്പോഴത്തേക്ക് അടുത്ത വിഷയത്തിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നുള്ളത് നമുക്ക് കിട്ടില്ല, ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ടാവും. ഞാൻ പല പ്രാവശ്യം വീഡിയോ, ഇപ്പം നമ്മളെ തന്നെ ചില ആളുകൾ ഇത് കേട്ട് ഇടയ്ക്ക് ചില വിഷയങ്ങൾ വിട്ടുപോകില്ലേ, അതേപോലെ ഞാൻ കേൾക്കുന്ന പല വീഡിയോസും നമ്മൾ ചില ഭാഗങ്ങൾ നമുക്ക് വിട്ടുപോകുന്നു. രണ്ടാമത് കേൾക്കുമ്പോഴായിരിക്കും ഇത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. സാധ്യതയുണ്ട്. വായന വേറെയാണ്, ഇത് വേറെയാണ് ആയിരിക്കാം. പിന്നെ ഇതൊന്നും ഒരു ഡിബേറ്റ് അല്ല, ഒരു ഡിബേറ്റ്, ഒരു സബ്ജക്റ്റും അല്ല. ഇപ്പം നമ്മൾ പണ്ട് റേഡിയോയിൽ, നമ്മൾ TV ഒക്കെ വരുന്നതിൻ്റെ 94 കാലഘട്ടത്തിന്, ആ ഒരു ടെലിവിഷനൊക്കെ കോമൺലി അപ്പിയർ ചെയ്യുന്ന ഒരു സമയത്തിന് മുന്നേ നമ്മൾ സിനിമയെല്ലാം ഈതർ ടാക്കീസിൽ അല്ലെങ്കിൽ തിയേറ്റേഴ്സിൽ പോയിട്ടായിരുന്നു കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് കേട്ടുകൊണ്ടിരുന്നത്, റേഡിയോയിൽ വരുന്ന ശബ്ദരേഖ കേട്ടിരുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ള മൂവിയെല്ലാം അത് നമ്മൾ മുന്നിലിരുന്ന് കാണുന്നത് പോലെയാണ് ആ കരകര ശബ്ദത്തിൽ റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം വോയിസിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള പവർഫുൾ ഇതുണ്ട്. പിന്നെ വായിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാലരമയാണെങ്കിലും സിനിമ വാരികൾ, അതുപോലെ തന്നെ പൂമ്പാറ്റ, ബാലമംഗളം, ഇങ്ങനെയുള്ള അത് വായിക്കുമ്പോൾ നമുക്ക് ചുറ്റിനുള്ള ഒന്നും അറിയാറില്ല. അപ്പൊ ഏതാണ് പവർ എന്ന് ചോദിച്ചാൽ സത്യം പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വരികൾക്കിടയിൽ വായിക്കാം. നമ്മൾ വരിയല്ല വായിക്കുന്നത്, വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതുകൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. മറ്റേത് അവിടെ നമ്മൾ ഇംപ്രസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം അതിനുണ്ട്. അത്രേ ഞാൻ അതിൽ കാണുന്നു. ഇത് നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്
എക്സസൈസ്. നമ്മൾ എത്ര തലതൊട്ടപ്പനാണെന്ന് പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കെയർ ചെയ്യാൻ കുറച്ചൊരു സമയമെങ്കിലും നമ്മൾ മാറ്റിക്കണം.